ബിഹി ഫി ഉമ്മത്തിഹി ഫിൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിതങ്ങളുടെ ദാത്തിൽ ദുനിയാവിൽ നബിതങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള സംഗതികൾ ഒന്ന്, ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതൃത്വം കൊടുക്കുന്നു, ഈ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ നേതാവാണ്, സയ്യിദാണ് എന്ന കാരണം കൊണ്ട് ഈ സമുദായത്തിന് ദുനിയാവിലുള്ള ചില പ്രത്യേകതകൾ, ഈ സമുദായത്തിന് ആഖിറത്തിലുള്ള മറ്റു ചില പ്രത്യേകതകൾ തുടങ്ങി 4 ഭാഗമായി ഈ വിഷയം നമ്മുടെ ഉലമാക്കൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായും പഠിക്കാനും പൂർണ്ണമായും മനസ്സിലാക്കുവാനും അത് വിശദീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയില്ല. എങ്കിലും നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ നേതാക്കൾ വിവരിച്ചു തന്നതനുസരിച്ച് അതിൽ ആ വിവരണത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചിലത് പറയുകയാണെങ്കിൽ അത് തന്നെ ധാരാളം നമുക്ക് പറയാറുണ്ട്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായി പറയാനുള്ളത്, സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റ് ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനത്തെ ആയത്തുകൾ ആകുന്ന ആമന റസൂൽ, ആ ആമന റസൂൽ നാം ഓതുമ്പോൾ അതിൽ കാണാം, നാം ഒരു പ്രവാചകന്മാരുടെ ഇടയിലും ഫർക്ക് ചെയ്യുകയില്ല. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഇടയിൽ നാം ഏറ്റവ്യത്യാസപ്പെടുത്തുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്ന വിഷയത്തിൽ, പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഒരു പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുകയും മറ്റു പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും നാം ചെയ്യുന്നില്ല. അല്ലാതെ അവർക്ക് ഏറ്റവ്യത്യാസം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം എന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്. ജൂതന്മാർ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുകയും തൊട്ടപ്പുറത്ത് ഈസാ നബി അലൈഹി സ്വലാമിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും വിശ്വസിക്കാതിരുന്നപ്പോൾ, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തപ്പോ, നാം മുസ്ലിമീങ്ങൾ, ഈ ഉമ്മത്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സകല പ്രവാചകന്മാരിലും വിശദമായും മൊത്തമായും നാം വിശ്വസിക്കുന്നവരാ. വിശ്വാസത്തിന്റെ വിഷയത്തിൽ നാം അവരുടെ ഇടയിൽ ഏറ്റവ്യത്യാസം കാണിക്കുന്നവരല്ല. എങ്കിലും സവിശേഷതയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിച്ചു തന്ന നമ്മുടെ നബി, നമ്മുടെ നേതാവ്, സയ്യിദുനാ ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സവിശേഷത, അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ സവിശേഷതകൾ, ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ റസൂലിനെ നാം മനസ്സിലാക്കുന്നത്. ഒന്നാമതായി പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് അഹ്ദുൻ വ മീസാഖ്. അഹ്ദുൻ വ മീസാഖ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിട്ടുള്ള ഒരു വല്ലാത്ത പദവിയാണ്, ഒരു വല്ലാത്ത സവിശേഷതയാണ് അഹ്ദുൻ വ മീസാഖ്, ഉടമ്പടിയും കരാറും എന്നുള്ളത്. മറ്റു പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടില്ല. മറ്റു പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടില്ല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 313 സവിശേഷപ്പെട്ട മുർസലുകൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല. 313 മുർസലുകളുടെ കൂട്ടത്തിൽ അവരിൽ സവിശേഷപ്പെട്ട ഉലുൽ അസ്മി എന്ന് പറയുന്ന 5 നബിമാർക്ക് അള്ളാഹു തആല നൽകാത്ത ഒരേ ഒരു പ്രവാചകന് മാത്രം, ഒരേ ഒരു നബിക്ക് മാത്രം, ഒരേ ഒരു റസൂലിന് മാത്രം അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സവിശേഷതയാണ് ഒന്ന് അഹ്ദുൻ വ മീസാഖ്, ഉടമ്പടിയും കരാറും. അഥവാ അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള സകല നബിമാരിൽ നിന്നും സകല മുർസലുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാർ സ്വീകരിച്ചിരുന്നു, ഒരു ഉടമ്പടി സ്വീകരിച്ചിരുന്നു. എന്താണ് കരാർ? എന്താണ് ആ ഉടമ്പടി? സൂറത്തു ആലു ഇമ്രാനിന്റെ 81-ാമത്തെ ആയത്ത് ആ ഉടമ്പടിയും ആ കരാറും നമ്മെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. വഇദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും
لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين وإذا أخذ الله അള്ളാഹു സ്വീകരിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം. മീസാഖൻ നബിയീന, നബിമാരുടെ ഒരു കരാറിനെ. എന്താണ് കരാർ? ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മ, നിങ്ങൾക്ക് നാം നൽകിയാൽ, ലമാ ആതൈതുകും നിങ്ങൾക്ക് നാം നൽകിയാൽ, മിൻ കിതാബിൻ വ ഹിക്മത്തിൻ, കിതാബും ഹിക്മത്തും നിങ്ങൾക്ക് നാം നൽകിയാൽ, അഥവാ നിങ്ങളെ നാം പ്രവാചകനാക്കിയാൽ, നിങ്ങളെ നാം റസൂലാക്കിയാൽ, നിങ്ങളെ നാം നബിയാക്കിയാൽ, സുമ്മ ജാഅകും റസൂലൻ മുസദ്ദിഖൻ ലിമാ മഅകും, പിന്നീട് നിങ്ങളോടൊപ്പമുള്ളതിനെ വാസ്തവമാക്കുന്ന ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വരികയും ചെയ്താൽ, ലതുഅ്മിനുന്ന ബിഹി, ആ നബിയെ കൊണ്ട്, ആ പ്രവാചകനെ കൊണ്ട്, റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. വലതൻസുറുന്നഹു, ആ നബിയെ നിങ്ങൾ സഹായിക്കുകയും വേണം. ഖാല, അല്ലാഹു പറഞ്ഞു, അഅഖറർതും, നിങ്ങൾ സമ്മതിച്ചില്ലേ, വഅഖദതും അലാ ദാലികും മിസ്രി, എന്റെ കരാറിനെ നിങ്ങൾ സ്വീകരിച്ചില്ലേ. ഖാലു, ആ നബിമാർ ഒന്നടങ്കം പറഞ്ഞു, അഖറർനാ, ഞങ്ങൾ സമ്മതിച്ചു. ഖാല, അല്ലാഹു പറഞ്ഞു, ഫശ്ഹദൂ, നിങ്ങൾ സാക്ഷി നിൽക്കുക. വഅന മഅകും മിനശ് ശാഹിദീൻ, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷി നിൽക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ഒരു കരാർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ബനു ഇസ്രായേലുകാരിൽ അവസാനം വന്ന നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൊട്ട് മുമ്പ് വരെ അവസാനമായി വന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരിൽ നിന്നും ഈ ഒരു കരാർ അല്ലാഹു തആല സ്വീകരിച്ചു. എല്ലാ നബിമാരിൽ നിന്നും അല്ലാഹു സ്വീകരിച്ച കരാറാണിത്. ഈ ഒരു കരാർ, ഈ ഒരു മീസാഖ്, ഈ ഒരു അഹദ് മറ്റു പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ കാണാനില്ല. വിശുദ്ധ ഖുർആൻ അത് ഉദ്ധരിച്ചിട്ടില്ല. നമ്മുടെ നബിയുടെ നബുവത്തും നമ്മുടെ നബിയുടെ റിസാലത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ നബുവത്തും അവരുടെ റിസാലത്തും അവരുടെ വേദഗ്രന്ഥങ്ങളും എല്ലാം അതിനവസാനമായി ഇനി അംഗീകരിക്കേണ്ടതും ഇനി തുടരപ്പെടേണ്ടതും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്താണ്, റിസാലത്താണ്, പ്രവാചകർ കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആനാ. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തുടങ്ങിയവർ വിവരിക്കുന്നു, മാ ബഅസല്ലാഹു നബിയ്യൻ മിനൽ അംബിയാഇ ഇല്ലാ അഖദല്ലാഹു അലൈഹി മീസാഖാ ലഇൻ ബഅസല്ലാഹു മുഹമ്മദൻ വഹുവ ഹയ്യുൻ ലയുഅ്മിനന്ന ബിഹി വലയൻസുറന്ന. ഒരു പ്രവാചകനെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചകനിൽ നിന്നും അല്ലാഹു കരാർ സ്വീകരിച്ചിട്ടല്ലാതെ. എന്താണ് കരാർ? ലഇൻ ബഅസല്ലാഹു മുഹമ്മദൻ വഹുവ ഹയ്യുൻ ലയുഅ്മിനന്ന ബിഹി വലയൻസുറന്ന. അല്ലാഹു മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി നിയോഗിച്ചാൽ, വഹുവ ഹയ്യുൻ, അങ്ങനെ നബിയായി നിയോഗിക്കുന്ന സമയത്ത് ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ലയുഅ്മിനന്ന ബിഹി, ഈ നബിയെ കൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആ നബി വിശ്വസിച്ചിരിക്കണം. വലയൻസുറന്നഹു, ഈ നബിയെ ആ നബി സഹായിച്ചിരിക്കണം. മാത്രമല്ല وأمره أن يأخذ الميثاق على أمته لئن بعث الله محمدا صلى الله عليه وسلم وهم أحياء ليؤمنن به ولينصرنا. മഹാന്മാർ പറയുന്നു, അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തുടങ്ങിയവർ പറയുന്നു, ആ നബിയോട് മാത്രം ആ നബി തന്റെ സമുദായത്തിനോട് കൽപ്പിക്കുകയും വേണം.
ആ നബി തന്റെ സമുദായത്തിൽ നിന്ന് കരാർ സ്വീകരിക്കുകയും വേണം. എന്ത്? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന പേരിൽ ഒരു പ്രവാചകൻ വരുമ്പോ, മുഹമ്മദ് എന്ന പേരിൽ ഒരു പ്രവാചകൻ വരുമ്പോ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കണം, ആ പ്രവാചകനെ സഹായിക്കുകയും വേണമെന്ന് ആ ഓരോ നബിമാരും തന്റെ സമുദായത്തിനെ കൽപ്പിക്കണം, സമുദായത്തിനോട് കൽപ്പിക്കുകയും സമുദായത്തിൽ നിന്ന് കരാർ സ്വീകരിക്കുകയും വേണം എന്ന് ഓരോ പ്രവാചകന്മാരോടും കരാർ ചെയ്തിട്ടല്ലാതെ ഒരു നബിയെ പോലും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ഒരു പ്രവാചകനെ പോലും അല്ലാഹു തആല നബിയാക്കി നിയോഗിച്ചിട്ടില്ല. നമ്മുടെ നബിയുടെ അംഗീകാരമാണ്, നമ്മുടെ നബിയുടെ അംഗീകാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നബിക്ക് കൊടുത്ത അംഗീകാരമാണ്. ഈ അംഗീകാരത്തിന്റെ തെളിഞ്ഞ രൂപമാണ് ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്മാർക്ക്, മുർസലീങ്ങൾക്ക്, നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചു. ഫസല്ലു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബഅതു സുഫൂഫ്, 7 സഫുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നിൽ നിസ്കരിച്ചത്. അൽ മുർസലൂന സലാസത്തു സുഫൂഫിൻ വന്നബിയ്യൂന അർബഅ, മുർസലീങ്ങൾ 3 സഫുകളിലും നബിമാർ 4 സഫുകളിലുമായി നിസ്കരിച്ചു. وكان على ظهر رسول الله صلى الله عليه وسلم إبراهيم، നേരെ ബാക്കിലായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. وعن يمينه إسماعيل، വലതുഭാഗത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം. وعن يساره إسحاق، ഇടതുഭാഗത്ത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ثم موسى ثم سائر المرسلين، പിന്നെ മൂസാ നബി, പിന്നെ മറ്റുള്ള മുർസലീങ്ങള്, പിന്നെ നബിമാർ, അമ്പിയാക്കൾ എല്ലാവർക്കും ഫഅമ്മഹും റകഅതൈനി, 2 റകഅത്ത് അവർക്ക് ഇമാമായി അല്ലാഹു റസൂൽ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ഫലമ്മൻ ദഖല ഖാമ, നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോ അവരുടെ ഇടയിൽ എണീച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ന റബ്ബി ഔഹ അൻ അസ്അലകും ഹൽ ഉർസില അഹദും മിൻകും യദ്ഉ ഇലാ ഇബാദത്തി ഗൈരില്ലാഹ്, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, എന്റെ റബ്ബ് എന്നിലേക്ക് വഹി അറിയിച്ചിരിക്കുന്നു നിങ്ങളോട് ചോദിക്കാൻ. എന്താണ് ചോദ്യം? ഹൽ ഉർസില അഹദും മിൻകും യദ്ഉ ഇലാ ഇബാദത്തി ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ആരെങ്കിലും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, മുർസലാക്കിയിട്ടുണ്ടോ, റസൂലാക്കിയിട്ടുണ്ടോ? എല്ലാവരും പറഞ്ഞു ഫഖാലൂ യാ മുഹമ്മദു ഇന്നാ നശ്ഹദു അന്നാ ഉർസിൽനാ അജ്മഈന ലിദഅവത്തിൻ വാഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നമാ യദ്ഊനാ മിൻ ദൂനില്ലാഹി ബാതിൽ വ ഖാതമുൻ നബിയ്യീൻ വ സയ്യിദുൽ മുർസലീൻ ഖദ് ഇസ്തബാന ദാലിക ബിഇമാമതിക ഇയ്യാനാ. ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങൾ മുഴുവൻ പേരെയും ഒരേ ഒരു ദഅവത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പഠിപ്പിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനാണ് ഞങ്ങളെ നിയോഗിക്കപ്പെട്ടത്. വഅന്നമാ യദ്ഊന മിൻ ദൂനില്ലാഹി ബാതിൽ, അല്ലാഹുവിന്റെ പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളൊക്കെ അതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണെന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ മുഴുവൻ ആളുകളെയും നിയോഗിക്കപ്പെട്ടത്. നബിയെ, അങ്ങാണ് നബിമാരുടെ സീൽ, ഖാത്തമാണ് നബിമാരുടെ മുദ്രയ, ഖാത്തിമുൻ നബിയീൻ നബിമാരുടെ സീലാണ്, അവസാനം വന്നവരാണ്, നബിമാരുടെ പൂർത്തീകരണമാണ് നബിയെ താങ്കള്. വസയ്യിദുൽ മുർസലീന, മുർസലീങ്ങളുടെ നേതാവാണ് നബിയെ. ഖദ് ഇസ്തബാന ദാലിക ബിഇമാമതിക ഇയ്യാനാ, ഇപ്പോ ഇവിടെ വച്ച് ഞങ്ങൾക്ക് താങ്കൾ ഇമാമായി നിസ്കരിച്ചപ്പോ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. വല്ലാ നബിയ ബഅദക ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ഇല്ലാ ഈസ ഇബ്നു മറിയം ഫഇന്നഹു മഅ്മൂറൻ അൻ നത്തബിഅ സറകാ, ഈസാ നബി അലൈഹിസ്സലാം ഒഴിച്ച് ഈസാ നബി ആവട്ടെ മഅ്മൂറൻ അൻ നത്തബിഅ അങ്ങയോട് പിൻപറ്റാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, അങ്ങയോട് പിൻപറ്റാൻ,
അങ്ങുകൊണ്ട് വന്ന ശരീഅത്ത് അനുസരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഇതല്ലാതെ ഇനി ഒരു പ്രവാചകനും വരാനില്ല. അങ്ങ് ഞങ്ങളുടെ നേതാവാണെന്നും മുർസലീങ്ങളുടെ നേതാവാണെന്നും നബിമാരുടെ സ്ഥിരാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് മിഅ്റാജ് കഴിഞ്ഞ് വന്ന രാത്രിയിൽ തന്നെ ബൈത്തുൽ മുഖദ്ദസില് സകല നബിമാർക്കും മുർസലീങ്ങൾക്കും ഇമാമായി നിസ്കരിച്ച നിസ്കാരത്തിനു ശേഷം അള്ളാന്റെ റസൂലിന്റെ ഹളറത്തിൽ വെച്ചു തന്നെ നബിമാരെല്ലാം സാക്ഷ്യം വഹിച്ചുവെങ്കിൽ ഇത് നബിക്കുള്ള അംഗീകാരമാണ്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ അംഗീകാരമാണ്. അള്ളാഹു നൽകിയ അംഗീകാരം. മഹാനായ അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ നബിയെ, അങ്ങക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ മേൽ ഓതുക? അങ്ങയുടെ മേലല്ലേ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാത്തവരിൽ നിന്ന് ഓത്തു കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഓതുക, ഇഖ്റ അലയ്യ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ശിരസാ വഹിച്ച് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തു. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്ത്, فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا എന്നായിട്ടെത്തിയപ്പോ അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ പിന്നിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, പൊട്ടി പൊട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നു. മഹാനർ തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചുകുട്ടിയെ പോലെ കരയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് കണ്ടത്. എങ്ങനെ കരയാതിരിക്കും? അതിന് മാത്രം വിപുലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തല്ലേ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തി بشهيد وجئنا بك على هؤلاء شهيدا എന്നായിട്ട് فكيف إذا جئنا من كل أمة بشهيد. എപ്രകാരമാണ് ചിന്തിക്കുക, എങ്ങനെയാണ് ആലോചിക്കുക, അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുക. ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മ, ഓരോ സമുദായത്തിൽ നിന്ന് നാം കൊണ്ടുവരുമ്പോ, ബിശഹീദിൻ സാക്ഷിയെ കൊണ്ടുവരുമ്പോ, വജീനാബിക അങ്ങയെ നാം കൊണ്ടുവരികയും ചെയ്യുമ്പോ, അലാ ഹൗലായി ആ കൂട്ടരുടെ മേൽ ഷഹീദ സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോ, ഇതാണ് ആയത്തിന്റെ അർത്ഥം. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഓരോ സമുദായത്തിൽ നിന്നും സാക്ഷിയെ കൊണ്ടുവരും, ആ കൂട്ടരുടെ മേൽ അങ്ങേ സാക്ഷിയായി നാം കൊണ്ടുവരും എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. ഇത് വല്ലാത്തൊരായത്താ. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വല്ലാത്ത മഹത്തായ അംഗീകാരത്തിന്റെ, പദവിയുടെ, ശ്രേഷ്ഠതയുടെ, ഉത്തരവാദിത്ത ബോധത്തിന്റെ, ചുമതല ബോധത്തിന്റെ, കർത്തവ്യ ബോധത്തിന്റെ ഭാരമെല്ലാം അതിന്റെ ആശയം ഉൾക്കൊണ്ടപ്പോ മഹത്തായ വിശദമായ വിശാലമായ ആയത്തിന്റെ ഗൗരവം അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾക്കൊണ്ടപ്പോ അവിടെ അറിയാതെ കരഞ്ഞുപോയി. വല്ലാത്തൊരർത്ഥം തന്നെ. ഓരോ പ്രവാചകന്മാരെയും ആ ഉമ്മത്തിന്റെ സാക്ഷികളായി കൊണ്ടുവരും. ഇതിന്റെ വിശദീകരണത്തിൽ കാണാം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുന്നു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവരുന്നു, ഓരോരോ പ്രവാചകന്മാരെ കൊണ്ടുവരുന്നു. ഇന്നൻ നബിയ്യിന യഅ്തൂന യൗമൽ ഖിയാമ മിൻഹും മൻ അസ്ലമ മഅഹു മിൻ ഖൗമിഹിൽ വാഹിദു വൽലിസ്നാനി വൽഅശ്റ വഅകല്ലു വഅക്സറു മിൻ ദാലിക. ഒരു പ്രവാചകനെ കൊണ്ടുവരുന്നു. ആ പ്രവാചകന്റെ കൂടെ തന്റെ ജനതയിൽ നിന്ന് വിശ്വസിച്ചവരായിട്ട് ഒരേ ഒരു വ്യക്തി, അല്ലെങ്കിൽ രണ്ട് വ്യക്തികള്, അല്ലെങ്കിൽ 10 പേർ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ്, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ചില്ലറകൾ മാത്രം. ഹത്താ യൂതാ ബിഖൗമി ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയെ കൊണ്ടുവരും. ലം യുമിൻ മഅഹു ഇല്ല ബനതാ. ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയിൽ നിന്ന് 2 പെൺമക്കൾ മാത്രമാണ് വിശ്വസിച്ചിട്ടുള്ളത്. 2 പെൺമക്കൾ മാത്രം. ഫയുഖാല ലഹും, അവരോട് ചോദിക്കപ്പെടും, ആ നബിമാരോട് ചോദിക്കപ്പെടും. അവിടെ വിസ്താരമാണ്. അള്ളാഹുവിന്റെ വിചാരണ, കോടതിയിൽ വിചാരണയാണ്.
ഖദ് ബല്ലഗതും മാ ഉർസിൽതും ബിഹി, നിങ്ങളെ ഏതൊന്നുകൊണ്ടാണോ നിയമിക്കപ്പെട്ടത് നിങ്ങൾ അത് പൂർണ്ണമായും തബ്ലീഗ് ചെയ്തില്ലേ, പൂർണ്ണമായും എത്തിച്ചു കൊടുത്തില്ലേ? നബിമാര് പറയും നഅം, ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. പിന്നെയുള്ള ചോദ്യം, അടുത്ത ചോദ്യം, ഫയുഖാലു മൻ യശ്ഹദു, ആരാണ് സാക്ഷി, ആരാണ് സാക്ഷി? ഫയഖൂലൂന, അവർ പറയും ഉമ്മത്തു മുഹമ്മദ്. ചിന്തിക്കണം, ചിന്തിക്കണം സഹോദരങ്ങളെ, ചിന്തിക്കണം. ഈ സമുദായത്തിന്റെ ശ്രേഷ്ഠത, ഈ സമുദായത്തിന്റെ ലീഡർ, ഈ സമുദായത്തിന്റെ സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അല്ലാഹു തആല ഈ ഉമ്മത്തിനെയും ആദരിച്ചതിന്റെയും ബഹുമാനിച്ചതിന്റെയും ഭാഗമാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. ആരാണ് സാക്ഷി? ഇതേ സംഭവം തന്നെ മറ്റൊരിടത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സാക്ഷികൾ എന്റെ സമുദായമാണ് സാക്ഷികൾ എന്ന് പറയുമ്പോ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്തിനെ, ജനതയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ നബി പറഞ്ഞത്, നൂഹ് നബി പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോ അവര് പറയും സത്യമല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് ഒന്നും തന്നെ എത്തിച്ചു തന്നിട്ടില്ല. രണ്ടാമത് അല്ലാഹു ചോദിക്കും, അവര് കാലുമാറി, അവർ സാക്ഷികളാവാൻ തയ്യാറാവുന്നില്ല. ഇനി ആരാണ് സാക്ഷികൾ? അപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദിന്റെ സമുദായമാണ്, മുഹമ്മദിന്റെ സമുദായമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ്. ഫയുഖാലു ലഹും, അപ്പോൾ ഈ സമുദായങ്ങളോട് പറയപ്പെടും, ചോദിക്കപ്പെടും, പറയപ്പെടും, ഇശ്ഹദൂ, നിങ്ങൾ സാക്ഷി നിൽക്കുക, ഇന്ന റുസുല ഔദഉ ഇൻദകും ഷഹാദ, സാക്ഷിത്വത്തിനെ നിങ്ങളുടെ അടുത്ത് പ്രവാചകന്മാർ ഏൽപ്പിച്ചിരിക്കുകയാണ്, വദിയത്തായി ഏൽപ്പിച്ചിരിക്കുകയാ. ഷഹാദത്തിനെ, സാക്ഷിത്വത്തിനെ നിങ്ങളുടെ അടുത്ത് എല്ലാ പ്രവാചകന്മാരും ഈ സമുദായത്തിനെ ഉദ്ദേശിച്ച് നിങ്ങളുടെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫബിമ തശ്ഹദൂൻ, നിങ്ങൾക്ക് എങ്ങനെയാ, എന്തുകൊണ്ടാണ് നിങ്ങൾ സാക്ഷി നിൽക്കുന്നത്? അപ്പോൾ അവർ പറയും റബ്ബനാ നശ്ഹദു അന്നഹും ഖദ് ബല്ലഗൂ കമാ ശഹിദൂ ഫിദ്ദുനിയാ ബിത്തബ്ലീഗ്. ഈ ഉമ്മത്ത് പറയും അന്നഹും ഖദ് ബല്ലഗൂ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെയും അവരുടെ തബ്ലീഗിൽ വിശ്വസ്തരായിരുന്നു, അവരെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ദൗത്യ നിർവഹണത്തിൽ അവർ പൂർണ്ണമായും വിശ്വസ്തരായിരുന്നു. എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അവർ എത്തിച്ചു കൊടുത്തു എന്ന് ഈ സമുദായം അവർക്ക് വേണ്ടി സാക്ഷി പറയും. ഈ സമുദായം പ്രവാചകന്മാർക്ക് വേണ്ടി സാക്ഷി പറയും. അറഫ മൈതാനിയിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാരസമ്പൂർണമായ പ്രഭാഷണത്തിനു ശേഷം, ഏതാണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെല്ലാം പൂർണ്ണമായ ശേഷം ഇസ്ലാം പൂർത്തിയാക്കി തന്നു. അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് എന്റെ നിഅമത്ത് പൂർത്തിയാക്കി തന്നു, ദീൻ പൂർത്തിയാക്കി തന്നു, ഇസ്ലാമിന് നാം പൊരുത്തപ്പെട്ടു എന്ന ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ സാരസമ്പൂർണമായ പ്രസംഗത്തിനൊടുവിൽ സ്വഹാബത്തിനെ സാക്ഷി നിർത്തി ചോദിച്ചു, നിങ്ങൾ സാക്ഷികളല്ലേ, നിങ്ങൾ സാക്ഷികളല്ലേ, ഞാൻ എത്തിച്ചു തന്നില്ലേ, ഞാൻ എത്തിച്ചു തന്നില്ലേ, ഞാൻ എത്തിച്ചു തന്നില്ലേ? ബലാ റസൂലല്ലാഹ്, അങ്ങൊന്നും മറച്ചു വെച്ചിട്ടില്ല, അള്ളാഹു എത്തിച്ചു തരാൻ ആവശ്യപ്പെട്ടതൊക്കെയും എത്തിച്ചു തന്നു എന്ന് അറഫ മൈതാനിയിൽ വെച്ച് സഹാബത്ത് നബി തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ് എന്ന് സാക്ഷി പറഞ്ഞു. പഠിച്ച തമ്പുരാനെ സാക്ഷി നിർത്തി. ഇത് ദുനിയാവിൽ വെച്ച് ഈ ഉമ്മത്തിന്റെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള സാക്ഷിയാണ്. ഇതേ സാക്ഷി തന്നെ ആഖിറത്തിലും ഈ സമുദായം മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് വേണ്ടി സാക്ഷി പറയും. അപ്പൊ അല്ലാഹു ചോദിക്കും, ആരാണ് നിങ്ങൾക്ക് സാക്ഷി? അവിടെയാണ് ചോദ്യം, ആരാണ് നിങ്ങൾക്ക് സാക്ഷി? മയ്യശ്ഹദു അലാ ദാലിക, നിങ്ങൾ പറഞ്ഞല്ലോ മുൻകഴിഞ്ഞ നബിമാരെല്ലാം അവരുടെ ദൗത്യ നിർവഹണത്തിൽ വിശ്വസ്തരായിരുന്നു, അവരെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് സാക്ഷി ആരാ?
അതിന് സാക്ഷിയാരാ? ഫയഖൂലുന, ഈ സമുദായം ഒന്നടങ്കം പറയും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് സാക്ഷി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാക്ഷികളുടെ സാക്ഷിയായി അവസാന വാക്കായി ആഖിറത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകന്മാർക്ക് സാക്ഷിയായിട്ട് സമുദായം സാക്ഷികളാകുമ്പോ ആ സാക്ഷികളുടെ മേൽ സാക്ഷിയായിക്കൊണ്ട് ഷഹീദായിക്കൊണ്ട് നബിയെ അങ്ങേ നാം കൊണ്ടുവരുമെന്ന ആയത്തിന്റെ വിശദം, അതിന്റെ വിശദാംശം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മനസ്സിലാക്കിയപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒത്തു കേട്ടപ്പോ കരഞ്ഞുപോയി. സൂറത്തുൽ ബഖറ 143 ആയത്തിലും അല്ലാഹു പഠിപ്പിക്കുന്നത് ഇതാണ്, فكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا فكذلك ഇതുപ്രകാരം അഥവാ ഇതുപ്രകാരം എന്നാൽ പരിശുദ്ധ കഅബ ഖിബലയാക്കി നിശ്ചയിച്ചു കൊടുത്തത് പ്രകാരം ജഅൽനാകും ഉമ്മതൻ വസതാ, നിങ്ങളെ നാം ഏറ്റവും ഉത്തമ സമുദായമാക്കിയിട്ടുണ്ട്. വസത്ത, ഉത്തമ സമുദായം. ഖൈറുൽ ഉമൂരി ഔസതുഹാ, വസത്താണ് ഖൈർ, ഔസത്താണ് ഖൈർ, ഔസത്താണ് ഖൈർ. ഉമ്മതൻ വസത, ഖൈറായ സമുദായം, ഖൈറായ സമുദായമാക്കിയിട്ടുണ്ട്, ഏറ്റവും ഉത്തമമായ സമുദായമാക്കിയിട്ടുണ്ട്. ലിതകൂനൂ ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാൻ. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കും സാക്ഷികളാകാൻ വേണ്ടി നിങ്ങളെ നാം ഉത്തമ സമുദായമാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലൂടെയും പഠിപ്പിക്കുന്നു. ഇത് നബിതങ്ങൾക്കുള്ള അംഗീകാരമാണ്. എല്ലാ പ്രവാചകന്മാർക്കും മീതെ, എല്ലാ റിസാലത്തിന്റെ മേലെ അള്ളാന്റെ റസൂലിന്റെ റിസാലത്ത്, എല്ലാ നുബുവത്തിന്റെ മേലെ അള്ളാന്റെ റസൂലിന്റെ നുബുവത്ത്, എല്ലാ അംഗീകാരത്തിന്റെയും സാക്ഷിത്വത്തിന്റെയും മേലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംഗീകാരവും നബിതങ്ങളുടെ ഷഹാദത്തും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അള്ളാഹു കൊടുത്ത പ്രത്യേകതയാണ്, അള്ളാഹു കൊടുത്ത സവിശേഷതയാ. അഹ്ദുൻ വ മീസാഖ്. റിസാലത്തുൻ ആമ്മ, പൊതുവായ റിസാലത്ത്, പൊതുവായ വ്യാപകമായ റിസാലത്ത്. ഏതെങ്കിലും ഒരു നാട്ടിലേക്കോ നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ അല്ല, ലോകത്തിനൊന്നടങ്കം, സർവ സൃഷ്ടികൾക്കും ഒന്നടങ്കം റസൂലായി നിയമിക്കപ്പെട്ടത് ഒരേ ഒരു പ്രവാചകൻ, ഖാതിമുൽ അംബിയാ സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി വഇലാ ആദിൻ അഖാഹും ഹൂദാ വഇലാ സമൂദ അഖാഹും സാലിഹാ. നൂഹ് നബിയെ നാം നൂഹിന്റെ ജനതയിലേക്ക് നിയോഗിച്ചു, ആദ് സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അവരുടെ സഹോദരനായ ഹൂദ് നബിയെ നാം നിയോഗിച്ചു. വൈലാ സമൂദ അഖാഹും സാലിഹാ, സമൂദ് വിഭാഗത്തിലേക്ക് അവരുടെ സഹോദരൻ അതേ കുടുംബത്തിൽപ്പെട്ട സ്വാലിഹിനെ നാം നിയമിച്ചു എന്ന് ഓരോരോ പ്രവാചകന്മാരെ കാലത്തിനും ദേശത്തിനും അധീനമാക്കിക്കൊണ്ട് അല്ലാഹു തആല നിയമിക്കുമ്പോ പൊതുവായ വ്യാപകമായ റിസാലത്ത് എന്ന പദവി കൊടുത്തിട്ട് മുഴുവൻ സൃഷ്ടികളിലേക്കും മുർസലായി നബിയായി റിസാലത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് ഒരേ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ومن خصائصه قال العز بن عبد السلام رحمه الله ومن خصائصه أن الله تعالى أرسل كل نبي إلى قومه
خاصة وأرسل نبينا محمدا صلى الله عليه وسلم إلى الجن والإنس ولكل نبي من الأنبياء صواب تبليغه إلى أمته ولنبينا محمد صلى الله عليه وسلم صواب التبليغ إلى كل من أرسل إليه. ഇങ്ങനെ പൊതുവായ റിസാലത്ത് കൊണ്ട് നബിതങ്ങളെ അല്ലാഹു തആല ആദരിച്ചതിന്റെ മറ്റൊരു ലക്ഷ്യമാണ് വ്യാപകമായ തബ്ലീഗിന്റെ പ്രതിഫലം കൊടുക്കലും അതിന്റെ ലക്ഷ്യമാണ്. ഓരോ നബിമാർക്കും അതാത് കാലഘട്ടത്തിൽ അതാത് സമുദായങ്ങളിലേക്ക് തബ്ലീഗ് ചെയ്തതിന്റെ പ്രതിഫലം മാത്രം കൊടുക്കുമ്പോ സർവകാലങ്ങൾക്കും സർവദേശങ്ങൾക്കും സർവദേശങ്ങളിലേക്കും സർവ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും എല്ലാം പ്രബോധനം ചെയ്തതിന്റെ തബ്ലീഗ് നടത്തിയതിന്റെ മൊത്തമായ പ്രതിഫലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുക്കാൻ വേണ്ടിയാ, പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയാ, അതിന്റെ സവാബ് കൊടുക്കാൻ വേണ്ടിയാ. ഒരു നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റു നബി ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മദിയൻ വിട്ടുവന്ന ശുഐബ് മദിയൻ വിട്ടുവന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളെ കല്യാണം കഴിച്ച് 10 വർഷം ആട് മേച്ച് വീണ്ടും പിന്നെ ഇസ്രായേൽ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നുബുവത്ത് കിട്ടുമ്പോൾ തന്നെ, പ്രവാചകത്വം കിട്ടുമ്പോൾ തന്നെ, ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് ദഅവത്തിന് വേണ്ടി നിയോഗിക്കുമ്പോൾ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്താ? എന്റെ സഹോദരൻ ഹാറൂൻ എന്നേക്കാൾ വാചാലനും സ്ഫുടമായി സംസാരിക്കുന്നവനുമാണ്, അതുകൊണ്ട് ഹാറൂനിനെയും നബിയാക്കണേ എന്നല്ലേ. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ ഓരോരോ പ്രവാചകന്മാരെ പരിശോധിക്കുമ്പോ ആ പ്രവാചകന്മാരുടെ സമയം വളരെ ചുരുക്കമാണ്. ഒരു നബിയുള്ളപ്പോൾ തന്നെ മറ്റു പ്രവാചകന്മാർ സുലഭമാണ്. എന്നാൽ അറബികളുടെ ഇടയിൽ 2000 വർഷത്തിന്റെ ഇടവേളയ്ക്കു ശേഷം ലോകത്ത് തന്നെ പ്രവാചകൻ ഇല്ലാതെയായി 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ബനു ഇസ്രായേലുകാരിലേക്ക് അവസാനം നിയോഗിക്കപ്പെട്ട പ്രവാചകൻ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമല്ലേ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകത്തു തന്നെ പ്രവാചകനില്ലാതെയായി. 600 വർഷങ്ങൾ പിന്നിട്ടോ അറബ് സമൂഹത്തിൽ പ്രവാചകനില്ലാതെയായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം 2000 വർഷം പിന്നിട്ടോ. അതിന്റെ ഇടയില് കാത്തിരുന്ന കനി പോലെ, ആശിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ ഒരു മുത്തനെ കിട്ടി, ഒരു ഹബീബിനെ കിട്ടി. ആ ഹബീബാവട്ടെ, ആ പ്രവാചകരാവട്ടെ ലോകത്തേക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട പ്രവാചകനാ. ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എന്നല്ല, ആ പ്രവാചകന് ശേഷം ഒരു നബി വരാനില്ല. ആ പ്രവാചകൻ എത്രയോ മുമ്പാണ് മറ്റു നബിമാർ വന്നു പോയിട്ടുള്ളത്. മറ്റു നബിമാരുടെ ശരീഅത്ത് പോലും ശരിയായ നിലയിൽ ലഭ്യമല്ലാത്ത വിധം അസ്തമിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച കാലഘട്ടത്തില് ഒരു പ്രവാചകനെ ലോകം കാത്തിരുന്ന സമയത്ത് ഒരേ ഒരു പ്രവാചകനെ അല്ലാഹു തആല മരുഭൂമിയിലേക്ക് നിയോഗിക്കുന്നു. മരുഭൂമിയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീണ ആ പ്രവാചകനെ ലോകത്തിന്റെ പ്രവാചകനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമിക്കുകയാ. അല്ലാഹു പറയുന്നു, വലൗ ശീനാ ലബഅസ്നാ ഫീ കുല്ലി ഖർയത്തിൻ നദീറാ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ നാട്ടിലും നാം ഒരു താക്കീതുകാരൻ നിയമിക്കുമായിരുന്നു. അങ്ങനെ ഉദ്ദേശിച്ചില്ല. എന്താണ് അല്ലാഹു ഉദ്ദേശിക്കാതിരുന്നത്? വലൗ ശീനാ ലബഅസ്നാ ഫീ കുല്ലി ഖർയത്തിൻ നദീറാ. സൂറത്തുൽ ഫുർഖാൻ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ ഓരോ കറിയകളിലും, എല്ലാ ഓരോ കുഗ്രാമങ്ങളിലും ഓരോരോ നദീറുകളെ, ഓരോരോ പ്രവാചകന്മാരെ, നരകം കൊണ്ട് താക്കീത് ചെയ്യുന്നവരെ നാം നിയമിക്കുമായിരുന്നു. നിയമിച്ചില്ല. എന്തേ കാരണം? ഈ പ്രവാചകന്റെ തബ്ലീഗ്, ഈ പ്രവാചകന്റെ ദഅവത്ത് ഓരോ ഗ്രാമത്തിലേക്കും എത്തണം, ഓരോ നാട്ടിലേക്കും എത്തണം, ഓരോ പ്രദേശങ്ങളിലേക്കും എത്തണം, രാജ്യങ്ങൾ കടക്കണം.
കടലുകൾ കടക്കണം, രാജ്യങ്ങൾ കടന്ന്, കടലുകൾ കടന്ന് ഓരോ കുഗ്രാമത്തിലേക്കും ഈ പ്രവാചകന്റെ ദഅവത്ത് എത്തണം. അതിലൂടെ ആ ദഅവത്തിന്റെ ആകെ പ്രതിഫലം ഈ പ്രവാചകന് കൊടുക്കണം. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ആമായ വ്യാപകമായ റിസാലത്ത് കൊണ്ട് ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സവിശേഷപ്പെടുത്തിയത്. മറ്റു നബിമാർക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല, മറ്റു നബിമാർക്ക് അള്ളാഹു തആല കൊടുത്തിട്ടില്ല. സാലിസ നുബുവത്തുൻ ഖാത്തിമ, അവസാനത്തെ നുബുവത്ത്, പൂർണ്ണമായ നുബുവത്ത്. ഇനി ഒരു നുബുവത്ത് വരാനില്ലാത്ത വിധം, ഇനി ഒരു നുബുവത്ത് വരാനില്ലാത്ത വിധം മിർ റഹ്മത്തില്ലാഹി ബിഇബാദിഹി ഇർസാലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈഹിം ومن تشريفه له ختم الأنبياء والمرسلين وإكمال الدين الحنيف له. ഇത് ഈ സമുദായത്തിന്റെ ഖൈറാ. ഇനി ഒരു പ്രവാചകൻ വന്നിരുന്നുവെങ്കിൽ ഈ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമല്ലാത്ത മറ്റു പ്രവാചകന്റെ സമുദായമാകേണ്ടി വരുമെന്ന ഒരു ഭാഗ്യക്കുറവും ആ സമുദായത്തിന് വരും. ഈ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്ന ഒരു സവിശേഷപ്പെട്ട സ്ഥാനം, ഈ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെടാതെ അന്ത്യദിനം വരെ വരാനിരിക്കുന്ന ഉമ്മത്തിലേക്ക്, സമുദായത്തിലേക്ക് പ്രവാചകനായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിയമിച്ചു. ഈ ഉമ്മത്തിന്റെ സ്ഥാനം കുറക്കാതിരിക്കാനും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം അതിലൂടെ കൂട്ടാനും വേണ്ടി രണ്ടുമായി. ഈ ഉമ്മത്തിന്റെ സ്ഥാനം കുറയുകയും ചെയ്യരുത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം അധികരിക്കുകയും വേണം. നബി തങ്ങളുടെ സ്ഥാനം അധികരിക്കുകയും വേണം. ഈ സമുദായത്തിന്റെ ഇടയ്ക്ക് വെച്ച് വേറൊരു നബി വന്നിട്ട് അങ്ങനെ മുറിഞ്ഞ് പിന്നെ ആ നബിയുടെ അനുയായികളായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ സ്ഥാനം അങ്ങോട്ട് മാറിപ്പോകുമ്പോ ഉണ്ടാകുന്ന ഒരു നഷ്ടം ഈ ഉമ്മത്തിന് സംഭവിക്കാതിരിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്താനും വേണ്ടി വ്യാപകമായ റിസാലത്ത് കൊണ്ടും ഖാത്തിമുൻ നുബുവത്ത് കൊണ്ടും അല്ലാഹു തആല ഈ നബിയെ അലങ്കരിച്ചു, ബഹുമാനിച്ചു. മകാന മുഹമ്മദുൻ നബഅ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യിൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. സൂറത്തുൽ അഹ്സാബ്. മകാന മുഹമ്മദുൻ നബഅ അഹദിൻ മിർ റിജാലിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ള പുരുഷന്മാർ, ഈ പുരുഷന്മാരിൽ നിന്ന് ഒരാളുടെയും പിതാവല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെയും പിതാവല്ല മുഹമ്മദ്. സയ്യിദ് റളിയല്ലാഹു അൻഹു ചരിത്രമാണ്, അത് വിശദീകരിക്കേണ്ട വിഷയവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലിയതിനു ശേഷം മഹദി അവറുകളെ തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചപ്പോ ചില ആക്ഷേപങ്ങൾ വന്നു. മകന്റെ ഭാര്യയെ, അപ്പോ മകനല്ല, വളർത്തുമകൻ മകന്റെ സ്ഥാനത്തല്ല എന്നറിയിക്കാൻ വേണ്ടി അല്ലാഹു തആല ഓതിയ ആയത്താണ്, അല്ലാഹു തആല ഇറക്കിയ ആയത്താണ്. മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരൊറ്റ പുരുഷന്റെയും പിതാവല്ല നബി. ഒറ്റ പുരുഷന്റെയും, പെൺമക്കൾ വേറെ ഉണ്ട്, അങ്ങനെ പറ്റൂല. റിജാലിക്കും, നിങ്ങളുടെ റിജാൽ പുരുഷന്മാരുടെ, പെൺമക്കളെ, മൊത്തത്തിൽ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ പെൺമക്കളുടെ വിഷയം, പെൺമക്കളെ മാറ്റിയിട്ട് പുരുഷന്മാർ, ജീവിച്ചിരിക്കുന്ന ആൺകുട്ടികളൊന്നും അന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല. ധൈര്യമായിട്ട് ബിരിജാലിക്കും റിജാൽ വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ, അല്ലാഹുവിന്റെ റസൂലാൻ, വഖാതമൻ നബിയ്യീൻ, നബിമാരുടെ പൂർത്തീകരണമാണ്. ഖാത്തിം അവസാനത്തെ ആളാണ്, ഖാത്തം പൂർത്തീകരണമാണ്, മുദ്രയാണ്. വിശുദ്ധ ഖുർആൻ ഖാത്തമൻ നബിയ്യീൻ, തായിന് ഫതഹായി, ഖാത്തമൻ നബിയ്യീൻ വഖാത്തമൻ നബിയ്യീൻ, നബിമാരുടെ ഖത്തും അതിന്റെ സീലാണ്, മുദ്ര അതിന്റെ പൂർത്തീകരണമാണ്.
عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إن مثلي ومثل الأنبياء من قبلي كمثل رجل بنى بيتا فأحسنه وأجمل إلا موضع لبنة من زوايا فجعل الناس يطوفون به ويعجبون له ويقولون هلا وضعت هذه اللبنة فأنا اللبنة وأنا خاتم الأنبياء محمد رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉദാഹരണം മുൻകഴിഞ്ഞ നബിമാരുടെയും ഉദാഹരണം ഒരു പുരുഷനെ പോലെയാണ്. അദ്ദേഹം ഒരു വീട് നിർമ്മിച്ചു, സുന്ദരമായ വീട്, വളരെ ഭംഗിയാക്കി അതിന്റെ നിർമ്മാണം. അത് ചുറ്റി നടക്കുന്നവർ, കണ്ടു നടക്കുന്ന ആളുകൾക്കെല്ലാം അത്ഭുതം തോന്നുന്ന വിധം അത്രത്തോളം ആഡംബരമാക്കി അത്ഭുതകരമായ നിലയിൽ തന്നെ ആ ഒരു ബിൽഡിംഗ് പണിതു. പക്ഷേ ലബനത്തിൽ ഒരു ഇഷ്ടികയുടെ ഭാഗം മാത്രം ഒഴിച്ചിട്ടു. ജനങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി, ഈ ഇഷ്ടിക മാത്രം എന്തേ വെക്കപ്പെടാതിരുന്നത് എന്ന് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനാണ് ആ ഇഷ്ടിക, വഅലഖാതമുൽ അംബിയ, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫുള്ളിൽതു അലൽ അംബിയാഇ ബിസിത്ത്, 6 കാര്യങ്ങളെ കൊണ്ട്, മറ്റു നബിമാർക്കില്ലാത്ത 6 സവിശേഷതകളെ കൊണ്ട് ഞാൻ പ്രത്യേകമാക്കപ്പെട്ടു, ശ്രേഷ്ഠനാക്കപ്പെട്ടു. 1, ഊതീതു ജവാമിഅൽ കലിം, ഊതീതു ജവാമിഅൽ കലിം, എനിക്ക് ജവാമിഅൽ കലിം തന്നു, എനിക്ക് ജവാമിഅൽ കലിം തന്നു. ഊതീതു ജവാമിഅൽ കലിം, എനിക്ക് ജവാമിഅൽ കലിം തന്നു. വനുസിർതു ബിറുഅബ്, റുഅബ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു. വഹല്ലത്തിൽ വനായിം, വനീമത്ത് മുതലുകൾ എനിക്ക്, ഉഹില്ലത്തിൽ വനായിം, വനീമത്ത് മുതലുകൾ എനിക്ക് ഹലാലാക്കപ്പെട്ടു. വജുഇലത്തിൽ അർദു തഹൂറൻ വമസ്ജിദ, ഭൂമി ശുദ്ധിയുള്ളതും നിസ്കരിക്കാൻ സജ്ജമാക്കപ്പെട്ട മസ്ജിദാക്കപ്പെടുകയും ചെയ്തു. വഉർസിൽതു ഇലൽ ഖൽഖി കഫാ, മുഴുവൻ ജനങ്ങളിലേക്കും ഞാൻ നിയോഗിക്കപ്പെട്ടു. വഖുതിമ ബിൻ നബിയുന, നബിമാരെ എന്നെ കൊണ്ട് പൂർത്തിയാക്കപ്പെട്ടു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജവാമിഉൽ കലിം, നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു കാര്യമാണ് ജവാമിഉൽ കലിം. ജവാമിഉൽ കലിം അൽ മൂജസുൽ അൽ ഖൗലുൽ മൂജസ് അൽ കലീലുൽ ലഫ്ളി അൽ കസീറുൽ മഅന. മൂജസായ കലാം, പദങ്ങൾ ചുരുങ്ങിയതും അർത്ഥം വിപുലമായതും, ചുരുങ്ങിയ പദങ്ങളെ കൊണ്ട് വിശാലമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ കലിമത്തുകൾ, പദങ്ങൾ, വിശദമായ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടു. ഇത് മറ്റു നബിമാർക്കില്ലാത്ത ഒരു സവിശേഷതയായിട്ടാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ആരാ നബി? ഉമ്മി എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ നബിയാ. എഴുത്തും വായനയും ശീലമില്ലാത്ത നബി, എഴുതാനും വായിക്കാനും അറിയാത്ത നബി, 40 വയസ്സ് വരെയും ഒരു പുസ്തകത്താള് വായിച്ചിട്ടില്ല, എഴുതിയിട്ടില്ല. അതിനുശേഷം അത് വേറെ ചർച്ച. ഉമ്മിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ച നബി, ഇതിനു മുമ്പ് അങ്ങയുടെ കൈപ്പട കൊണ്ട് അങ്ങ് എഴുതിയിട്ടില്ല, ഒരു പുസ്തകവും അങ്ങ് വായിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞ നബി, പുസ്തകം വായിക്കാത്ത പ്രവാചകൻ, എഴുതാത്ത പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൽ നിന്നും, പരിശുദ്ധമായ നാവിൽ നിന്നും ജവാമിഉൽ കലിം, പദങ്ങൾ ചുരുങ്ങിയ വിശാലമായ അർത്ഥമുള്ള വ്യാപ്തിയുള്ള, വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള, സാഹിത്യത്തിൽ ഏറ്റവും അങ്ങേയറ്റത്ത് വിരാജിക്കുന്ന സുന്ദരമായ പദങ്ങൾ അല്ലാഹു തആല പുറപ്പെടുവിച്ചു. ഇത് നബിതങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേകതയാ. ഇയ്യാകും വഹദറാ അദ്ദം,
നിങ്ങളെ സൂക്ഷിക്കുക, ഹളറാ ഉദ്ദമിനെ സൂക്ഷിക്കുക. സഹാബത്തിന് മനസ്സിലായില്ല, എന്താണ് നബിയെ ഹളറാ ഉദ്ദമൻ, എന്താണ് നബിയെ ഹളറാ ഉദ്ദമൻ? നബി തങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വന്നു. അൽ മർഅതു സ്വാലിഹതു ഫിൽ മംബതി സൂ, മോശം വിളനിലയത്തിൽ മുളച്ചുണ്ടായ സൽവൃത്തയായ പെണ്ണ് നല്ലതാണ്, പക്ഷേ മുളച്ചുണ്ടായത് മോശപ്പെട്ട വിളനിലയത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന് വിശദീകരണം കൊടുക്കേണ്ടി വന്നു. ഇതിങ്ങനെ എത്ര വാക്കുകൾ നമുക്ക് കാണാം. നുബുവത്തിന്റെ കലാമായി, വഹയിന്റെ ഭാഗമായി, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹയിന്റെ ഭാഗമായിട്ടല്ലാതെ നബി തങ്ങളൊന്നും ഉരിയാടിയിട്ടില്ല, ഒന്നും അവിടുന്ന് സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ സംസാരിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിൽ ജവാമിഉൽ കലിം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടു. വനുസിർതു ബിർറുബി, പേടി കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു. നബി തങ്ങളുടെ സവിശേഷതയാ, പേടി കൊണ്ട് സഹായിക്കപ്പെട്ടു. പേടി, എന്ത് പേടി? ശത്രുക്കൾക്ക് പേടി. അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം, അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യം ശത്രുക്കൾക്ക് പേടി ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിടത്തുണ്ടെന്നറിഞ്ഞാൽ 1 മാസം വഴിദൂരം, 1 മാസം മുന്നിലേക്ക് വഴിദൂരം, 1 മാസം പിന്നിലേക്ക് വഴിദൂരത്തുള്ള ആളുകളെല്ലാം, 1 മാസം വഴിദൂരത്തുള്ള ചുറ്റുഭാഗത്തുമുള്ള ശത്രുക്കൾക്ക് അവരുടെ ഉള്ളിലേക്ക് ഒരു പേടി, ഇങ്ങനെ പേടി കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു. ആ റസൂലാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഏത് സന്ദർഭത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത്? റുഅബ് കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു എന്ന് ഏത് സന്ദർഭത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത്? തബൂക്ക് നിങ്ങൾക്കറിയാം. തബൂക്ക് യുദ്ധം, യഥാർത്ഥത്തിൽ തബൂക്ക് യുദ്ധം നടന്നിട്ടില്ല. യുദ്ധം നടക്കാതെ പോലും തബൂക്ക് യുദ്ധം എന്ന പേരിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പോലും ഫേമസ് ആയ ആ തബൂക്കിൽ വെച്ച് അല്ലാഹു തആല ഇറക്കി കൊടുത്ത നിബിധങ്ങളുടെ ഒരു പ്രത്യേകതയും അള്ളാന്റെ റസൂലിന്റെ സവിശേഷതയും നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുമാണ്. എന്താണ് തബൂക്ക്? മക്ക ഫത്ഹ് കഴിഞ്ഞ് മക്കയുടെ വിജയം കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് മദീനയിലേക്ക് മടങ്ങുമ്പോ പോയപ്പോ 10,000 ആളുകള്, തിരിച്ചു വന്നപ്പോ 12,000 ആളുകള്. വരുന്ന വഴിയിൽ ഹുനൈൻ യുദ്ധം നടന്നു. ഹുനൈൻ എല്ലാം കഴിഞ്ഞ് 6-7 മാസക്കാലം സാവകാശത്തിനു ശേഷം, മദീന വിട്ട് 6-7 മാസങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് സ്വഹാബത്ത് തിരിച്ചു വരുന്നു. മദീനത്ത് വരുമ്പോ മദീനയിൽ ആണുങ്ങളില്ലാതെ, കൃഷികൾ നനയ്ക്കാൻ ആളില്ലാതെ കുറെ കൃഷികളെല്ലാം ഉണങ്ങിപ്പോയിരിക്കുന്നു. കുറെ കൃഷികളെല്ലാം പഴങ്ങൾ പറിക്കാൻ പാകമായിരിക്കുന്നു. ഈ അവസരത്തിലാണ് തബൂക്കിന്റെ വിളംബരം വരുന്നത്. മദീനക്കും ഡമസ്കസിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് തബൂക്ക്. റോമൻ ചക്രവർത്തി മദീനയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടുണ്ടെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടുന്നത് ഈ സമയത്താണ്, അഥവാ ഹിജ്റ 9-ാമത്തെ വർഷം. ആരാണ് റോമൻ ചക്രവർത്തി? അന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തിയല്ല റോമക്കാർ, ഏറ്റവും വലിയ ശക്തിയാണ്. സിറിയ, ജോർദാൻ, ഫലസ്തീൻ, അറേബ്യൻ ഉപദ്വീപിന്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയ കുറെ രാജ്യങ്ങൾ, ഇന്നത്തെ കുറെ രാജ്യങ്ങൾ ഉൾപ്പെട്ട റോമൻ ആധിപത്യം, റോമൻ സാമ്രാജ്യത്വം, വല്ലാത്ത കുറെ രാജ്യങ്ങളെ കടങ്ങുന്ന ഒരു സാമ്രാജ്യം. ഈ റോമൻ സാമ്രാജ്യം പേർഷ്യക്കാരായിരുന്നു വലുത്. പേർഷ്യക്കാരും റോമക്കാരും തമ്മില് ക്രിസ്താബ്ദം 613 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ആണെന്ന് തോന്നുന്നു. ഏകദേശം 30-40 നുബുവത്ത് കിട്ടിയ ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ ഉടൻ അധികം വൈകാതെ നടന്ന പേർഷ്യക്കാരും റോമക്കാരും തമ്മിൽ നടന്ന, ലോകത്തെ വൻ ശക്തികൾ തമ്മിൽ നടന്ന യുദ്ധത്തിൽ റോമയുടെ പരാജയം. റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ എന്ന് സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വ്യക്തമാക്കിയ റോമയുടെ പരാജയം, റോമക്കാരുടെ പരാജയം. ഈ പരാജയത്തിന് ശേഷം പിന്നീട് അവർക്ക് വിജയമുണ്ടാകുമെന്ന് അള്ളാഹു തന്നെ അന്ന് പ്രവചിച്ചു.
സ്വാഭാവികമായിട്ടും ഈ ആയത്തിറങ്ങുമ്പോ റോമക്കാരും പേർഷ്യക്കാരും തമ്മിൽ ഈ വലിയ യുദ്ധം നടക്കുമ്പോ സ്വാഭാവികമായിട്ടും അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലാണ്. അന്ന് മദീനയിലേക്ക് വന്നിട്ടില്ല അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്വാഭാവികമായിട്ടും അഗ്നിയെ ആരാധിച്ചിരുന്ന പേർഷ്യക്കാർ, മുശ്രിക്കുകളായ പേർഷ്യക്കാർ, അഗ്നിയെ ആരാധിച്ചിരുന്ന പേർഷ്യക്കാരോടൊപ്പമായിരുന്നു മക്കയിലുള്ള മുശ്രിക്കുകൾ. അവർ പേർഷ്യക്കാരുടെ വിജയം ആഗ്രഹിച്ചവരായിരുന്നു. എന്നാൽ വേദക്കാരാകുന്ന ക്രിസ്ത്യാനികളാകുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്നവരായിരുന്നു റോമക്കാർ. സ്വാഭാവികമായിട്ട് വേദക്കാർ എന്ന നിലയിൽ മുസ്ലിമീങ്ങൾ റോമക്കാരോടൊപ്പമായിരുന്നു. പക്ഷെ ആദ്യത്തിൽ റോമക്കാർ പരാജയപ്പെട്ടു. പിന്നീട് പേർഷ്യയിൽ നടന്ന ചില ആഭ്യന്തര കുഴപ്പങ്ങളുടെ പേരിൽ പിന്നീട് റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ ആധിപത്യം സ്ഥാപിച്ചു. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക ജീവിതത്തിലാണെന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ മക്ക ജീവിതത്തിനു ശേഷം ഇതര ചെന്നിട്ട് പിന്നെ 9 വർഷങ്ങൾക്ക് ശേഷമാണ് റോമക്കാർ മുസ്ലിമീങ്ങളെ അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുസ്ലിമീങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ്, വല്ലാത്ത പരിതാപകരമാണ് മുസ്ലിമീങ്ങളുടെ അവസ്ഥ. 6-7 മാസം നാട്ടിലില്ലാതെ യുദ്ധം കഴിഞ്ഞ് ഫത്ഹ് കഴിഞ്ഞ് ഹുനൈൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ മുസ്ലിമീങ്ങൾ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട് എന്ന് പറയുമ്പോ മുസ്ലിമീങ്ങൾ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പരീക്ഷണത്തിന്റെ നാളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് സഹാബികൾ പലതും പറയുന്നുണ്ട്. പല സഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധാടിസ്ഥാനത്തിൽ ശ്രേഷ്ഠമായത് ബദർ യുദ്ധമാണെങ്കിൽ പോലും യൗമുൽ ഫുർഖാൻ എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പേരിട്ട് വിളിച്ച അസത്യത്തിന്റെ വിവേചന ദിവസം എന്ന് അള്ളാഹു തന്നെ പേരിട്ട് വിളിച്ച ബദർ, ആ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ പോലും അള്ളാഹു തആല ഇത്രയധികം ആക്ഷേപിച്ചിട്ടില്ല. തബൂക്കിൽ പങ്കെടുക്കാത്തവരെ അള്ളാഹു ആക്ഷേപിച്ചതുപോലെ സൂറത്തു തൗബ ഏതാണ്ട് അതിന്റെ പ്രാരംഭം 30-38 ആയത്ത് മുതൽക്ക് ആരംഭിക്കുന്ന അതിന്റെ അവസാനം വരെയും ആരംഭിക്കുന്ന ഭാഗം തബൂക്കുമായി ബന്ധപ്പെട്ട് തബൂക്കിൽ നിന്ന് പിന്തിരിഞ്ഞ മുനാഫിഖീങ്ങളുമായി ബന്ധപ്പെട്ട നിഫാഖിന്റെ സംഭവങ്ങളും ചരിത്രങ്ങളുമാണ് സൂറത്തു തൗബ ബറാഅത്ത് സൂറത്തിൽ വിവരിക്കുന്നത്. സഹാബത്ത് പറയാൻ ബദറിൽ പങ്കെടുക്കാത്തവരെ പോലും അള്ളാഹു തആല ഇത്രയധികം ആക്ഷേപിച്ചിട്ടില്ല. തബൂക്കിൽ പങ്കെടുക്കാത്തവരെ ആക്ഷേപിച്ചതുപോലെ ഇത്ര ഗൗരവമുള്ള വിഷയ. യുദ്ധം പോലും നടന്നിട്ടില്ല എന്നിട്ട് ആ തബൂക്ക് യുദ്ധം നടന്നിട്ടില്ല. ആ തബൂക്കിലേക്ക് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1 മാസത്തെ വഴി ദൂരമുള്ള തബൂക്കിലേക്ക് പുറപ്പെടുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളോടാണ് പോരാടാൻ പോകുന്നത്. പേർഷ്യക്കാർ തോൽപ്പിച്ച് ലോകത്തിന്റെ 1-ാം നമ്പർ ശക്തിയായി റോമക്കാരിരിക്കുന്ന സന്ദർഭത്തിലാണ് റോമക്കാരോട് തബൂക്ക് നടക്കാൻ പോകുന്നത്. ബൽഖാ വരെ എത്തിയിട്ടുണ്ട് ശത്രുക്കള്. പക്ഷേ തബൂക്കിൽ 8-10 ദിവസം താമസിച്ചിട്ടും ശത്രുക്കളെ കണ്ടില്ല. ഇതിന്റെ ഇടയിൽ അയലത്തുനേതാവായ ഒരു യോഹന്നാൻ വന്ന് അവിടത്തേക്ക് കപ്പം കൊടുക്കാമെന്ന നിശ്ചയത്തിൽ സന്ധി ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മദീനയിലേക്ക് മടങ്ങി. ഈ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്നത്, വനുസിർതു ബിറുബി, ശത്രുക്കൾ എന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു. ഇത് മറ്റ് പ്രവാചകന്മാർക്കില്ലാത്ത ഒരു സവിശേഷതയായി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കാര്യമാണ്. ഗനീമത്തുകൾ എനിക്ക് ഹലാലാക്കപ്പെട്ടു. ഗനീമത്ത് മുതൽ ഭൂമി മുഴുവനും ശുദ്ധിയുള്ളതാക്കപ്പെട്ടു, പള്ളിയാക്കപ്പെട്ടു, സുജൂദ് ചെയ്യാൻ പര്യാപ്തമാക്കപ്പെട്ടു. പുതിയ കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ഭൂമിയുടെ അസ്ല് ശുദ്ധിയാണ്, മണ്ണിന്റെ അസ്ല് തഹൂറാണ്. പുതിയ കാരണങ്ങൾ ആരുമായിട്ടുള്ള സംഗതികൾ വന്നിട്ടില്ല എങ്കിൽ, നജിസ് വന്നിട്ടില്ല, മറ്റു കാരണങ്ങൾ വന്നിട്ടില്ല എങ്കിൽ മുഴുവൻ സൃഷ്ടികളിലേക്കും ഞാൻ നിയോഗിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞേ? പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനസീറ വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ. ജനങ്ങളിലേക്ക് മുഴുവൻ പ്രവാചകനാക്കപ്പെട്ടു.
അതിന്റെ ഒന്നുകൂടി വിശദീകരിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മുഴുവൻ സൃഷ്ടികളിലേക്കും ഞാൻ പ്രവാചകനാക്കപ്പെട്ടു. ഇത് എന്റെ പ്രത്യേകതയാണ്. നബിമാരെ പൂർത്തിയാക്കപ്പെട്ടോ, എന്നെ കൊണ്ട് നബിമാരെ പൂർത്തിയാക്കപ്പെട്ടോ, ഇതും എന്റെ പ്രത്യേകതയാ. അമനത്തുല്യ സുഹാബി, അടുത്ത പ്രത്യേകത അമനത്തുല്യ സുഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് ഒരു അമ്നായിരുന്നു പ്രവാചകന്റെ സാന്നിധ്യം. നബി തങ്ങളുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം അമ്ന ആയിരുന്നു, അമാനത്തായിരുന്നു. റസൂലുള്ളാഹിന്റെ സാന്നിധ്യം അമ്നായിരുന്നു, നിർഭയത്വമായിരുന്നു. നിർഭയത്വം, പേടിക്കേണ്ടതുണ്ടായിരുന്നില്ല. വ്യാപകമായ വിപത്തുകളോ വ്യാപകമായ നാശങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും സഹാബത്തിന് പേടിക്കേണ്ടതുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഇത് അല്ലാഹുവിന്റെ റസൂലിന് മാത്രമുള്ള പ്രത്യേകതയാ. മറ്റു നബിമാർ കാലഘട്ടത്തിൽ തന്നെയല്ലേ, മറ്റു പ്രവാചകന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയല്ലേ അവരുടെ അനുയായികളെ അല്ലാഹു തആല നശിപ്പിച്ചത്? ആ പ്രവാചകന്മാരോട് അവിടുന്ന് നശിപ്പിക്കുന്നതിന് മുമ്പ്, അള്ളാഹുവിന്റെ അദാബ് ഇറക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ അള്ളാഹു പറയും. എന്നിട്ട് അള്ളാഹു നശിപ്പിക്കും. ഒരു പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു നശിപ്പിക്കും, അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അവൻ നശിപ്പിക്കും. അല്ലെങ്കിൽ പ്രവാചകന്മാർ തന്നെ തന്റെ സമുദായത്തിൽ ഇനി പ്രബോധനം ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആശമുറിഞ്ഞ് നിരാശപ്പെട്ട് ഇനി പ്രബോധനമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവർ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ശിക്ഷ ചോദിച്ചു വാങ്ങി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ ഈ ഗണത്തിൽ ഫിർഔനിന്റെ സംഘത്തിനും നീ ധാരാളം സമ്പത്തുകൾ കൊടുത്തു. ആ സമ്പത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ മാർഗത്തെ വിട്ട് ജനങ്ങളെ അവർ പിഴപ്പിക്കുന്നു, ജനങ്ങളെ തടയുന്നു. അതുകൊണ്ട് നിന്റെ അദാബിനെ അവർ കൺകാഴ്ച കാണുന്നത് വരെ അവർ വിശ്വസിക്കില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണത്. മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചതാ, അള്ളാഹു ശിക്ഷ ഇറക്കി ചെങ്കടലിൽ ഫിർഔനെയും കൂട്ടരെ അള്ളാഹു തആല ഇസ്രായേലുകാരുടെ കൺമുമ്പിലിട്ട് മുക്കിക്കൊന്നു. അള്ളാഹുവിന്റെ അദാബ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിക്ഷ ഇറങ്ങുമെന്ന വാർത്ത വന്നപ്പോൾ തന്നെ രക്ഷപ്പെടാനുള്ള അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ രക്ഷപ്പെട്ട പ്രവാചകനാ. അതിനനുഭവിക്കേണ്ടി വന്നു. കടലിൽ എറിയപ്പെട്ടു, മത്സ്യം വിഴുങ്ങി, പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ അങ്ങനെ. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കെ, റസൂലുള്ളാഹിന്റെ ഹയാത്ത് കൊണ്ട് കാലം സാക്ഷിയായിരിക്കെ, നബി തങ്ങൾ ഹയ്യായിരിക്കെ, നബി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം നബിയുടെ സമുദായത്തിന് അള്ളാഹു ശിക്ഷിക്കുകയില്ല. റസൂല് സഹാബത്തിന് അബൂജഹൽ പ്രാർത്ഥിച്ചു. സൂറത്ത് അൻഫാലിൽ ഉദ്ധരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്താണ്. പരിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്ന ആയത്താ, اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء أو ائتنا بعذاب أليم. സൂറത്ത് അൻഫാൽ 32-ാമത്തെയോ അതോ 33-ാമത്തെയോ ആയത്താ? 32 എന്റെ ഓർമ്മ. എന്താണ് ദ്വാരുന്നത്? അബൂജഹലാണെന്ന് എന്റെ തഫ്സീറിൽ കാണാം. അല്ലെങ്കിൽ മുശ്രിക്ക്, ഏതോ ഒരു മുശ്രിക്ക്, അല്ലെങ്കിൽ അബൂജഹൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ക മിൻ ഇൻദിക, ഈ മുഹമ്മദ് കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ഭാഗത്ത് നിന്നുള്ള സത്യമാണെങ്കിൽ, അള്ളാഹുവെ ഈ മുഹമ്മദ് കൊണ്ടുവന്നിരിക്കുന്നത് നിന്നിൽ നിന്നുള്ള സത്യമാണെങ്കിൽ, ഹക്കാണെങ്കിൽ, ആകാശത്ത് നിന്നും കല്ലുകളെ വർഷിപ്പിക്കുക.
ആകാശത്ത് നിന്ന് കല്ലുകളെ വർഷിപ്പിക്കുക. അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ കൊണ്ട് ശിക്ഷയെ നീ ഞങ്ങൾക്ക് കൊണ്ടുവരിക, വേദനാജനകമായ ശിക്ഷയെ കൊണ്ടുവരിക. ആകാശത്ത് നിന്ന് കല്ല്. ഇതിന്റെ തഫ്സീൽ കാണാം. ഇത് അവരുടെ ജഹാലത്താണ്, അവരുടെ ആ മുശ്രിക്കുകളുടെ ജഹാലത്താണ്, അല്ലെങ്കിൽ മറക്കട മുഷ്ടിയാണ്. സത്യം അറിയാൻ വേണ്ടിയിട്ടല്ല അവർ പ്രാർത്ഥിച്ചത്. കാരണം എന്താ? സത്യമാണെങ്കിൽ കല്ല് വർഷിപ്പിച്ച് ഞങ്ങളെ നശിപ്പിക്കുന്നല്ല അവർ പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. അതെ, അങ്ങനെ ദുആയിരുന്നു. അവര് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യം അറിഞ്ഞിട്ടെന്താ കാര്യം? ആ സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് സാവകാശമില്ലല്ലോ. അദാബ് വന്ന് നശിച്ചു പോയാൽ, അള്ളാഹിന്റെ അദാബ് വന്ന് മൊത്തം എല്ലാവരും നശിച്ചു പോയാൽ പിന്നെ അവർക്ക് സത്യം ആണെന്ന് മനസ്സിലാക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചത് അവരുടെ ജഹാലത്താണ്, അവരുടെ എന്നാലും ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത പ്രാർത്ഥിച്ചോളം വരില്ല. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത പ്രാർത്ഥിച്ചത് എന്താ? ഫസ്കിത് അലൈനാ കിസഫം മിനസ് സമായി അവീതിനാ ബിഅദാബിൻ അലീം. ആകാശത്തിന്റെ ഒരു ഭാഗം ഞങ്ങളിലേക്ക് അടർത്തി ഇങ്ങോട്ട് വീഴിക്കണം, അടർത്തിയിടണം. ആകാശത്തിന്റെ ഒരു ഭാഗം ഞങ്ങളിലേക്ക് ഇങ്ങനെ അടർത്തിയിടണം എന്നാണ് ഇസ്ലാമിന്റെ ജനത ദുആയിരുന്നത്. അത്രത്തോളം വലിയ മണ്ടത്തരല്ലത്, എന്നാലും മണ്ടത്തര. എന്തുമാവട്ടെ, അങ്ങനെ അവർ ദുആ ചെയ്തു. അങ്ങനെ അവർ ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കൊടുത്ത ആയത്ത് എന്താ? വമാ കാനല്ലാഹു ലിയുഅസ്സിബഹും വഅന്ത ഫീഹിം വമാ കാനല്ലാഹു മുഅസ്സിബഹും വഹും യസ്തഗ്ഫിറൂൻ വമാ ലഹും അല്ലാ യുഅസ്സിബഹുമുല്ലാഹു വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാം വമാ കാനൂ ഔലിയാ ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹു പറഞ്ഞു വമാ കാനല്ലാഹു ലിയുഅസ്സിബഹും, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല, വഅന്ത ഫീഹിം, അങ്ങ് അവരിൽ ഉള്ളപ്പോ, അങ്ങ് അവരിൽ ഉള്ള അവസ്ഥയിൽ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വമാ കാനല്ലാഹു മുഅസ്സിബഹും, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. വമാലഹും, അവർക്കെന്താ? അല്ലാ യുഅസ്സിബഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശിക്ഷിക്കാതിരിക്കാൻ അവർക്കെന്താ? വഹും യസുദ്ദൂന അനിൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിനെ വിശ്വാസികളെ തൊട്ട് അവർ തടഞ്ഞു വെക്കുകയല്ലേ, പിന്നെ ശിക്ഷിക്കാതിരിക്കാൻ അവർക്ക് എന്ത് മഹത്വമുള്ളത്? വമാ കാനൂ ഔലിയാ, അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരല്ല. ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ തഖ്വയുള്ളവരാണ്, മുത്തഖീങ്ങളാണ്. അവർ മുത്തഖീങ്ങളല്ല, അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരല്ല. അവരാവട്ടെ പരിശുദ്ധമായ ഭവനം വിശ്വാസികളെ തൊട്ട് തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ ശിക്ഷക്ക് അർഹർ തന്നെയാണ്, എന്നിട്ടും അവരെ ശിക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വമാ കാനല്ലാഹു മുഅസ്സിബഹും വമാ കാനല്ലാഹു ലിയുഅസ്സിബഹും വഅന്ത ഫീഹിം, അങ്ങ് ഉള്ളത് കൊണ്ടാണ്, നബിയെ അങ്ങയുടെ സാന്നിധ്യമാണ് അവരെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണം എന്നാണ് അല്ലാഹു നബിയുടെ സാന്നിധ്യം സഹാബത്തിന് തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വല്ലാത്ത അനുഗ്രഹം തന്നെയല്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഉദുവല്ലാഹ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരെ ദുആർക്ക് പഠിച്ചവനോട് ദുആർക്ക് നബിയേ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞതാ, നീല മുബഅസ് ലആന വഇന്നമാ ബുഇസ്തു റഹ്മ, ലആനായിട്ടല്ലടോ എന്നെ നിയോഗിക്കപ്പെട്ടത്, ശപിക്കുന്നവനായിട്ടോ ശാപവർത്തമാനങ്ങൾ പറയുന്നവനായിട്ടോ മറ്റുള്ളവർക്ക് പ്രതികൂലമായി ദുആ ചെയ്യുന്നവനായിട്ടോ അല്ല ഞാൻ നിയോഗിക്കപ്പെട്ടത്, റഹ്മത്തായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങൾ മഗ്രിബ് നിസ്കരിച്ചു അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇശാ നമസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇശാ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് തങ്ങൾ കടന്നു വന്നു. പിന്നെ നബി തങ്ങൾ ആകാശത്തേക്ക് നോക്കി. അധികം സമയം ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നോക്കുമായിരുന്നു. ആകാശത്തേക്കുള്ള നോട്ടം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു എന്ന് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാം. നമ്മുടെ അബുൽ ഹസൻ അശ്അരി അഖീദയിൽ ത്വരീഖത്തിൽ നമ്മുടെ ഇമാമായ വിശ്വാസശാസ്ത്രത്തിൽ നമ്മുടെ ഇമാമായ മഹാനായ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഏഴാമത്തെ പിതാമഹൻ സ്വഹാബിയായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാം. എന്നിട്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ ആകാശത്തിന്റെ അമാനത്താണ്, അമ്നത്താണ്, ആകാശത്തിന്റെ വിശ്വസ്തതയാണ്. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണുമ്പോ ആകാശം അത് അപകടകരമാകുന്ന അവസ്ഥകളെ കൊണ്ടുവരികയില്ല, ഇടിവെട്ടുണ്ടാവുകയില്ല, കാർമേഘങ്ങളും മഴക്കാറുകളും ഇരുട്ടുകളും ഉണ്ടാവുകയില്ല. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു കാണുമ്പോ നിർഭയത്വമാണ്, പ്രകൃതിക്ഷോഭം പേടിക്കേണ്ടതില്ല. വൈദാ ദഹബത്തിൻ നുജൂമോ, ആകാശത്ത് നക്ഷത്രങ്ങൾ പോയാൽ അത്തസ്സമാഉ മാ തുഇദൂ, അത് പേടിപ്പിക്കുന്ന സംഗതികളെ കൊണ്ടുവരും. ഇതേപോലെ ഞാൻ എന്റെ സഹാബത്തിന് അമനത്താണ്, വിശ്വസ്തതയാ. ഞാനുള്ളപ്പോ സഹാബത്തിന് ഒരു അപകടം പറ്റുകയില്ല. ഞാൻ പോയാൽ എന്റെ വിയോഗാനന്തരം എന്റെ സഹാബത്ത് പേടിപ്പിക്കപ്പെടുന്ന, എന്റെ സഹാബത്തിനെ പേടിപ്പിക്കപ്പെടുന്ന സംഗതികൾ വരും. ഉമ്മത്തി, എന്റെ അസ്ഹാബ് എന്റെ സമുദായത്തിന് അമനത്താണ്, വിശ്വസ്തതയാൻ. എന്റെ സഹാബത്ത് പോയാൽ പേടിപ്പിക്കപ്പെടുന്ന സംഗതികൾ എന്റെ സമുദായം കൊണ്ടുവരും. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം സമുദായത്തിന്റെ അമനത്തായിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷതയും റസൂലുള്ളാഹിന്റെ ഖസായിസും ആണ്, റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ആദരിച്ചതിന്റെ ഭാഗമാണ്, അല്ലാഹു ബഹുമാനിച്ചതിന്റെ ഭാഗമാണ്. ഇനിയും പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്തു. അഖ്സമല്ലാഹു തആല ബിഅശ്യാ കസീറ മിൻ മഖ്ലൂഖാതി, بأشياء كثيرة من مخلوقاته الدالة على كماله وعظمته. ധാരാളം വസ്തുക്കളെ കൊണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തഹാഹ വനഫ്സിൻ വമാ സവ്വാഹ والتين والزيتون وطور سينين وهذا البلد الأمين. എത്രയെത്ര വസ്തുക്കളെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കൊണ്ടാണ്, അവിടുത്തെ ജീവിതം കൊണ്ടാണ് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. നബിമാരെ കൊണ്ടോ ആ നബിമാരുടെ ഹയാത്ത് കൊണ്ടോ ഏതെങ്കിലും ഒരു ജീവനുള്ള അല്ലെങ്കിൽ ആഖിലായ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ടോ ആ വ്യക്തിയുടെ ഹയാത്ത് കൊണ്ടോ ഒന്നും അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. ഒരേ ഒരു പ്രവാചകൻ അവന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കൊണ്ടല്ലാതെ ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, അങ്ങയുടെ ഹയാത്താണ് സത്യം, അങ്ങയുടെ ജീവിതമാണ് സത്യം. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, തീർച്ചയായിട്ടും അവർ എന്നാൽ അവ മുനാഫിക്കീങ്ങളാകാം. സൂറത്തുൽ ബഖറയിലുള്ള വിശദീകരണം അനുസരിച്ചാണെങ്കിൽ ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ,
ആ വിശദീകരണം അവിടെ സൂറത്തുൽ ബഖറയിൽ മുനാഫിക്കീങ്ങളുടെ അടയാളങ്ങൾ അല്ലാഹു തആല വിശദീകരിക്കുന്നിടത്ത്, മദീനയിലുള്ള മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നിടത്ത് ഇതേ രീതിയിൽ അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. സുമ്മും ബുക്മുൻ ഉംയുൻ വഹും ലാ യുബ്സിറൂൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു തആല അവിടെയാണ് ഇതുപോലെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നഹും ലഫീ സക്രത്തിഹിം യഅമഹൂൻ, ആ മുനാഫിക്കീങ്ങൾ അവരുടെ ലഫീ സക്രത്തിഹിം, അവരുടെ മത്തിലായിട്ട്, അവരുടെ സക്രത്തിലായിട്ട്, യഅമഹൂൻ യതറദ്ദദൂൻ, ഇടയാട്ടമാടുന്നവരാണ്. അൽ അംഹു എന്ന് പറഞ്ഞാൽ അൽ അംഹു യഅമഹൂൻ, അൽ അംഹു, അൽ അംഹു ഹൃദയത്തിന് ബാധിക്കുന്ന അന്ധത, അൽ അംയു കണ്ണിനെ ബാധിക്കുന്ന അന്ധതക്കും ഹൃദയത്തിന് ബാധിക്കുന്ന അന്ധതക്കും അമ എന്നൊക്കെ പറയാം. അമ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ അമ എന്ന് പറയാം, ഹൃദയത്തിന് കാഴ്ചയില്ലെങ്കിലും അങ്ങനെ പറയാം. എന്നാൽ ഹൃദയത്തിന് മാത്രം ബാധിക്കുന്ന അന്ധതക്ക് പറയുന്ന പേരാണ് അംഹ്. ഹൃദയത്തിന് അന്ധത ബാധിച്ചിരിക്കുന്നു, സത്യമോടെ ഹൃദയത്തിലേക്ക് കയറുകയില്ല എന്ന് മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് അവിടെ സ്വഭാവം അല്ലാഹു തആല വ്യക്തമാക്കുന്നിടത്ത് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത് ലഅംറുകാ, നബിയേ അങ്ങയുടെ അമ്രനെ തന്നെ സത്യം, അങ്ങയുടെ ഹയാത്തിനെ തന്നെ സത്യം. ഒരു പ്രവാചകനെയോ മറ്റൊരു പ്രവാചകനെയോ പ്രവാചകന്റെ ജീവിതത്തെയോ അല്ലാഹു തആല ഉപയോഗിച്ചിട്ടില്ല. നിദാഉഹു ബിവസ്ഫിൻ നുബുവത്തി വറിസാല, പരിശുദ്ധ ഖുർആൻ, നമ്മുടെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ 6236 പ്ലസ് ബിസ്മി 6349 ബിസ്മിയോട് കൂടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫുകളുടെ ആയത്ത് അങ്ങനെയാണ്. പിന്നെ അഭിപ്രായങ്ങളുണ്ട്, എത്രയാണ് ആയത്തുകളുടെ എണ്ണം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 6616 വരെ 6616 വരെ ഒക്കെ മഹാനായ അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ടുദ്ധരിക്കപ്പെടുന്ന ചില ഒറ്റപ്പെട്ട ഹദീസുകളിലൊക്കെ കാണാം. എന്തുമാവട്ടെ, ഒരൊറ്റ ആയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് വിളിക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ നുബുവത്തിന്റെയോ റിസാലത്തിന്റെയോ വിശേഷണം കൊണ്ടല്ലാതെ വിളിച്ചിട്ടില്ല. യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല. നുബുവത്തിന്റെയോ റിസാലത്തിന്റെയോ പ്രയോഗം കൊണ്ടല്ലാതെ, സവിശേഷത കൊണ്ടല്ലാതെ, വസ്ഫ് കൊണ്ടല്ലാതെ ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വിളിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരിടത്തും അല്ലാഹു വിളിച്ചിട്ടില്ല. യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫർ. മാഇദ. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക് യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹു വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. നമ്മുടെ നബിക്കല്ലാതെ മറ്റു പ്രവാചകന്മാർക്കുണ്ടോ ഈ സവിശേഷത? ഹീലയാ നൂഹ് ഹിബ്ത് ബിസലാം, യാ നൂഹ് ഹിബ്ത് ബിസലാം വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നാ വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നാ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചു യാ ആദം, നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചു യാ നൂഹ്. എന്നാൽ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും പദം കൊണ്ടല്ലാതെ, നുബുവത്തിന്റെയും റിസാലത്തിന്റെയും വസ്തു കൊണ്ടല്ലാതെ, വിശേഷണം കൊണ്ടല്ലാതെ അവന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു വിളിച്ചിട്ടില്ല. അല്ലാഹു വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സത്യവിശ്വാസികളോട് അങ്ങനെയേ വിളിക്കാവൂ എന്നുകൂടി അല്ലാഹു കൽപ്പിച്ചു. അങ്ങനെയേ വിളിക്കാവൂ.
അള്ളാഹു വിളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വിളിക്കാവോ? യാ മുഹമ്മദ് എന്ന് വിളിക്കരുത്. യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, അള്ളാന്റെ നബിയെ, അള്ളാന്റെ റസൂലെ തുടങ്ങിയ പദങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിസംബോധന ചെയ്യാവൂ എന്ന് ഈ സമുദായത്തിന് അള്ളാഹു തന്നെ നേരിട്ട് പഠിപ്പിച്ചു. അല്ലേ? അള്ളാഹു തന്നെ നേരിട്ട് പഠിപ്പിച്ചു. ലാ തജഅലൂ ദുആ അർ-റസൂൽ ബൈനക്കും കദുആഇ ബഅദികും ബഅദാ ഖദ് യഅലമു الذين يتسللون منكم لبعضا فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. സൂറത്തുൽ നൂർ 63-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു, സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം വിളിക്കുന്ന പോലെ അള്ളാന്റെ പ്രവാചകരെ വിളിക്കല്ലേ. പരസ്പരം വിളിക്കുന്ന പോലെ അള്ളാന്റെ പ്രവാചകരെ നിങ്ങൾ വിളിക്കല്ലേ. അങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഫിത്ന വരാം, വേദനാജനകമായ ശിക്ഷയും നിങ്ങൾക്ക് വരാം. പേരുകൊണ്ട് വിളിക്കല്ലേ എന്ന് മാത്രമല്ല, പേര് പറഞ്ഞുകൊണ്ട് വിളിക്കല്ലേ എന്ന് മാത്രമല്ല, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബിയുടെ ശബ്ദത്തിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ ശബ്ദിക്കുകയും അരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ ശബ്ദിക്കുകയും അരുത്. വലാ തജ്ഹർ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം ഒച്ചയിൽ വിളിക്കുന്ന പോലെ അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ വിളിക്കല്ലേ. അങ്ങനെ വിളിച്ചാൽ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നിങ്ങൾ അറിയാത്ത അവസ്ഥയിൽ. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത അവസ്ഥയിൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത സാഹചര്യം നിങ്ങളുടെ അമലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമെന്ന് അള്ളാഹു തന്നെ പറയാ. അങ്ങനെയും പോരാ, സൂറത്തുൽ ഹുജറാത്താണ് അതിന്റെ പ്രാരംഭത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അങ്ങനെയും പോരാ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോ ആ നിമിതങ്ങൾ വീടിന്റെ അകത്തളത്താണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വീടിന്റെ പിന്നിൽ നിന്ന് വാതിൽക്ക് മുട്ടി വിളിക്കരുത്, ഭിത്തിയിൽ തട്ടി വിളിക്കരുത്. ആ നബി നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് വരെ കാത്തിരിക്കലാണ് നിങ്ങൾക്ക് അഭികാമ്യം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. ഹുജറാത്തിന്റെ ഭിത്തികളുടെ പിന്നിൽ നിന്നുകൊണ്ട് അങ്ങയെ ഉച്ചത്തിൽ വിളിക്കുന്നവർ അവർ വിവരമില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അങ്ങ് അവരിലേക്ക് അങ്ങയുടെ ആവശ്യം പൂർത്തീകരിച്ചതിന് ശേഷം, ഉറക്കമോ മറ്റു ആവശ്യങ്ങൾ എന്തു തന്നെയായാലും അത് പൂർത്തീകരിച്ചതിന് ശേഷം അവരിലേക്ക് ഇറങ്ങി വരുന്നത് വരെയും അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതാണ് അവർക്ക് ഖൈറ്, അതായിരിക്കും അതവർക്ക് ഖൈർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അഖ്റഅ ഇബ്നു ഹാബിസ് എന്ന റളിയല്ലാഹു അൻഹുവിൽ ഇറങ്ങിയ ആയത്താണത്. അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു അതുപോലും അല്ലാഹു തആല നിരോധിച്ചുകൊണ്ട് നബിയെ പേരെടുത്ത് വിളിക്കല്ലേ. ആദ്യം നബിയെ അല്ലാഹു തആല പേരെടുത്ത് വിളിച്ചോടത്ത്, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പേരെടുത്ത് വിളിച്ചോടത്ത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ നേരിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കുമ്പോ പോലും മുഹമ്മദ് എന്ന് വിളിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ട് പോലും അങ്ങനെയൊന്നും വിളിക്കാതെ നുബുവത്തിന്റെയും റിസാലത്തിന്റെയും വിശേഷണം കൊണ്ട് വിളിക്കുകയും ഈ സമുദായത്തിനോട് അതേ രീതി വിളിക്കാൻ പഠിപ്പിക്കുകയും നിർബന്ധമായി കൽപ്പിക്കുകയും ശബ്ദമുയർത്തി വിളിക്കല്ലേ എന്ന് പഠിപ്പിക്കുകയും ഭിത്തിയുടെ പിന്നിലിരുന്ന് വിളിക്കല്ലേ എന്ന് പഠിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ നൽകിയിരിക്കുന്ന സവിശേഷതയാ, റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാ. നബിമാർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സവിശേഷതയും എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കും. ദുനിയാവിന്റെ കാര്യങ്ങളാണ്, ആഖിറത്തിന്റെ കാര്യങ്ങളിലേക്ക് കടന്നാൽ
സംഭവം വല്ലാത്തൊരു സംഭവം തന്നെ, പറഞ്ഞ തീരുവില. ഒരുപാട് പറയാനുണ്ട് ആഖിറത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങളും അവിടുത്തെയുടെ പദവികളും നാം മനസ്സിലാക്കുമ്പോ ആദ്യം ഓതിയായിട്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ന ആ റസൂല്, ആ ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉള്ളൂ എന്ന് തോന്നിപ്പോകുന്ന വിധമാണ് അള്ളാഹു തആല ആഖിറത്തിലൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദവികൾ അവിടുന്ന് പിന്നെ അലങ്കരിച്ചിട്ടുള്ളത്. ഇത്ര കാര്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലയോടൊപ്പം എന്താണ് പൂരിപ്പിക്കേണ്ടത്? ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യാൻ വേണ്ടി അർശിലേക്ക് നോക്കുമ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അർശിനോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അർശിൽ ലാ ഇലാഹ ഇല്ലല്ലയോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതി വെച്ചേക്കണ കണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹ് പടച്ചതമ്പുരാന്റെ പേരിനോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك. അല്ലാഹുവോട് ചോദിച്ചു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, നീ ആദം നബിയെ നീ തെരഞ്ഞെടുത്തില്ലേ? മണ്ണിൽ നിന്ന് നേരിട്ട് നിന്റെ കരങ്ങളെ കൊണ്ട് ആദമിനെ സൃഷ്ടിച്ചില്ലേ? നിന്റെ റൂഹിനെ ആദമിൽ നീ നേരിട്ട് ഊതിയില്ലേ? ഇബ്രാഹിമിനെ നീ ഖലീലാക്കിയില്ലേ അലൈഹിസ്സലാം? മൂസാ നബിയോട് നീ സംസാരിച്ചില്ലേ? ഈസാ നബി നിന്റെ കലിമത്തല്ലേ, നിന്റെ റൂഹല്ലേ? ഇങ്ങനെ ഓരോന്നോരോന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവോട് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങളോട് പറഞ്ഞു, ഇതിനേക്കാൾ വലുത് ഞാൻ നിങ്ങൾക്ക് തരാം, താങ്കൾക്ക് തരാം. എന്താ? ലാ ഉദ്കറു ഹത്താ ലാ തുദ്കറ മഈ. അങ്ങേ പറയാതെ എന്നെ പറയൂല. ഞാൻ എവിടെ പറഞ്ഞാലും ആ പേരിനോടൊപ്പം അങ്ങ് പറയും, അങ്ങയുടെ പേരുണ്ടാകും. ബാങ്കിലുണ്ട്, ഷഹാദത്ത് കലിമയിലുണ്ട്, എല്ലാത്തിലുണ്ട്. ദുആ തുടങ്ങുമ്പോ പോലും ഹംദ് പറഞ്ഞാൽ പിന്നെ സ്വലാത്താ. ഹംദ് പറഞ്ഞ സ്വലാത്ത്. നിസ്കാരത്തിൽ പോലും അള്ളാഹുവിനോട് മുനാജാത്താവുന്ന നിസ്കാരത്തിൽ പോലും ഒരു നിമിഷമാണെങ്കിൽ പോലും, ഒറ്റ നിമിഷത്തേക്കാണെങ്കിൽ പോലും പടച്ചതമ്പുരാനോടുള്ള മുനാജാത്തല്ലേ, ആ നിസ്കാരത്തിൽ പോലും അസ്സലാമു അലൈക, റബ്ബിന്റെയും അടിമയുടെയും ഇടയിൽ അസ്സലാമു അലൈക കയറി വന്നു. ചിന്തിക്കണം, മനസ്സിലാക്കണം. പഠിച്ച തമ്പുരാന്റെ മുമ്പിൽ വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. എന്റെ ഈ ശരീരത്തിനെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വജ്ജഹത്തുവിലൂടെ ആരംഭിച്ച നിസ്കാരം അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹുമായി മുനാജാത്ത് നടത്തുമ്പോ അതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരിട്ട് എവിടെ ഈ നബി തങ്ങൾ പറയും. ഇത് എത്രത്തോളം എന്നാൽ കേവലം പറച്ചിലിൽ മാത്രമല്ല, വറഫഅനാ ലക ദിക്റക എന്ന കേവലം പറയുമ്പോ മാത്രമല്ല, വറഫഅനാ ലക ദിക്റക കേവലം ഒരു വർത്തമാനത്തിൽ മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കണം. ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ദുആ എടുക്കണം. മുഅദ്ദിൻ പറഞ്ഞാൽ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. അതിനുശേഷം നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. അതിനുശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കണം. എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കണം. ആ വസീല സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനമാണ്. വസീല. ആ സ്ഥാനം ഒരു അടിമക്ക് മാത്രമേ അള്ളാഹു കൊടുക്കൂ. ആ അടിമ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വസീല, ഈ വസീല സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. ജന്നാത്തുൽ ഫിർദൗസിലുള്ള സ്ഥാനമാണ്. ഒരു ഹദീസിൽ കാണാം,
അർശിന്റെ നേരെ ചുവട്ടിലായിട്ടാണ് വസീല എന്ന സ്ഥാനമുള്ളത്. അള്ളാഹുവിന്റെ അധികാരവാഴ്ചയുടെ അധികാരത്തിന്റെ കേന്ദ്രപ്രദേശമാകുന്ന അർശിന്റെ തൊട്ടടുത്താണ് വസീല എന്ന നിബിധങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്ന് വരുമ്പോ കാലാകാലം അഹ്കാബ യുഗായുഗങ്ങളിലായി താമസിക്കേണ്ടുന്ന സ്വർഗത്തിൽ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അർശിന്റെ സാന്നിധ്യം കൊണ്ട് നിബിധങ്ങളെ അല്ലാഹു തആല ആദരിച്ചു, അല്ലാഹു തആല ബഹുമാനിച്ചു. ഈ വസീലയും ഈ ഫളീലയും നിബിധങ്ങൾക്കല്ലാതെ മറ്റൊരു വാതിലിനും അല്ലാഹു തആല നൽകുകയില്ല. ഇതെല്ലാം കാര്യങ്ങൾ ശഫാഅത്തുൽ ഉളുമ, ഇത്ര ശഫാഅത്ത്, സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന സത്യവിശ്വാസികളെ അവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള ശഫാഅത്ത്, നരകം ചെയ്ത തിന്മയുടെ കാരണത്താൽ നരകം നിർബന്ധമാക്കിയിട്ടുള്ള നരകത്തിൽ പോകേണ്ടുന്ന മുവഹിദുകളെ, വിശ്വാസികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, നരകത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത്, പ്രവേശിച്ച ദോഷികളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശഫാഅത്ത്, സ്വർഗത്തിൽ കടന്ന വിശ്വാസികളുടെ പദവി ഉയർത്തിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത്, ഇങ്ങനെ എത്ര ശഫാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനുള്ള അവകാശം, ഇതിനുള്ള അധികാരമെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത് നിബിധങ്ങളെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം ശഫാഅത്ത്. ഏറ്റവും വലിയ ശഫാഅത്ത് അസാ അയ്യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, സ്തുതിക്കപ്പെട്ട സ്ഥാനം, എല്ലാവരും സ്തുതിക്കും ആ സ്ഥാനം. അങ്ങനെ ഒരു സ്ഥാനമുള്ളതിന്റെ പേരിൽ, അങ്ങനെ മഖാം ഉള്ളതിന്റെ പേരിൽ അള്ളാഹു പോലും സ്തുതി പറയുന്ന ഒരു മഖാം, അള്ളാഹു പോലും സ്തുതി പറയുന്ന മഖാം, അള്ളാഹുവിന്റെ മലക്കുകൾ സ്തുതി പറയുന്ന മഖാം, ആ സൃഷ്ടികളാവുന്ന സൃഷ്ടികൾ മുഴുവനും സ്തുതി പറയുന്ന മഖാം. സൂര്യന്റെ ചുവട്ടിൽ നിൽക്കുമ്പോ തിളച്ചു മറയുന്ന സാഹചര്യത്തിൽ വിചാരണയ്ക്ക് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന ശഫാഅത്ത് എന്ന മഖാം, ഇതൊക്കെ നിബിധങ്ങൾക്ക് മാത്രം അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന സവിശേഷത. ആ മഖാമിനെ പറ്റി വിവരിക്കുന്നിടത്ത് കാണാം, അതിന്റെ വിവരണത്തിൽ കാണാം, അവിടെ ഈ സമുദായത്തിൽ പെടാൻ ആഗ്രഹിക്കാത്ത ഒരൊറ്റ മനുഷ്യൻ പോലും അന്ന് മഹ്ശറിൽ ഉണ്ടാവുകയില്ല. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ വദ്ദ അയകൂന മിന്നാ, നമ്മിൽ പെടാൻ ആഗ്രഹിക്കാതെ ഒരാളും അന്നുണ്ടാവുകയില്ല. ഈ സമുദായത്തിന്റെ സവിശേഷത. ഈ സമുദായത്തിന്റെ നേതൃത്വത്തിൽ നായകനായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയതിന്റെ പേരിൽ നമുക്ക് കിട്ടിയ സവിശേഷതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും അത്യധികം സ്നേഹിക്കുന്നവരെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന ശഫാഅത്തിന്റെ അവകാശികളാവാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, സഹോദരങ്ങൾ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.